ഹായ്, അനുമോളും ജീവനും തമ്മിലുള്ള ഇഷ്യൂ അത് കുറേയധികം പേരിങ്ങനെ ഡിസ്കസ് ചെയ്ത് കണ്ടു. വാസ്തവത്തിൽ അന്ന് അയാൾ അതിനകത്തേക്ക് വരുന്ന സമയത്തുള്ള ഒരു വിഷമം, ഇപ്പം നമ്മളൊരാളെ പ്രണയിച്ച വ്യക്തിയെ പിന്നീട് നമുക്ക് നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു. പരസ്പരം ബഹളം വെച്ചിട്ടില്ല, എൻ്റെ കുറ്റവും നിൻ്റെ കുറ്റവും ആരുടെ കുറ്റം കൊണ്ടാണെങ്കിലും പിരിയേണ്ടി വരുന്നൊരു സാഹചര്യവും അതിനുശേഷം പിന്നെ ആ വ്യക്തിയെ പിന്നെ കാണേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അനുമോൾ ആ വിഷമം ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. അയാൾ വന്ന് എല്ലാവരോടും സഹകരിച്ചൊരു രീതി, അവളോട് സഹകരിക്കാതിരുന്ന ഒരു രീതി, പിന്നീട് പോകാൻ നേരം എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് താൻ നിന്നുകൊണ്ട് ആ ഷോ കേൾക്കേണ്ടതെന്ന് മാറി നിൽക്കുമ്പോൾ വീണ്ടും വന്ന് അവളെ ചേർത്ത് പിടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു രീതി. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ ഈ പ്രണയം എന്നതിനപ്പുറം ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഇൻറ്റിമേറ്റ് ആയിരുന്നു രണ്ടുപേരും. അപ്പം ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നത്. സത്യമായി അവർ നല്ല രീതിയിൽ ഒരുപാട് ആഗ്രഹിച്ച് ജീവിക്കാനായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ച് എല്ലാം ഫിക്സ് ആയതുമായിരുന്നു. എന്താണ് നടന്നതെന്നുള്ള ചെറിയ അന്വേഷണം, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. കൂടുതൽ വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റിൽ പറയാം. എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇയാൾ ആദ്യം വിവാഹം കഴിച്ച അതിലൊരു കുഞ്ഞുണ്ട്. അയാളുമായിട്ട് കുറച്ച് ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ എന്നാണ് അനുവിനോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനു അത് കയ്യോടെ പിടിച്ചു. അങ്ങനെ ആയിരുന്നില്ല എന്ന്. അനുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നുണ അയാൾ ഉള്ളതാണ് വാസ്തവം. പിന്നീട് ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി അനു മറ്റൊരു വിവാഹം ഫിക്സാക്കി, മറ്റൊരു വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിന്ന അനുമോൾക്ക് ആ പറഞ്ഞ വ്യക്തിയിൽ നിന്ന്, അതായത് ആരെ വിവാഹം കഴിക്കാൻ നിന്നോ ആ വ്യക്തിയോട് ഇവർ ഇൻറ്റിമേറ്റ് ആയിരുന്ന വിഷയങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ വിവാഹ ബന്ധം വേർപെടുത്തി. അത് നടന്നിട്ടില്ല, ആ ഫിക്സ് ചെയ്ത വിവാഹം നശിപ്പിക്കാൻ ജീവൻ മുൻകൈയെടുത്തു എന്നുള്ളതാണ്. ജീവൻ ഇപ്പോഴും അനുമോളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. അവർ തമ്മിൽ സെപ്പറേറ്റ് ആയതിൻ്റെ വിഷയം അനുമോളാണ്. അനുമോൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്, അല്ലാതെ ജീവൻ വിട്ടിട്ടില്ല. അപ്പം ജീവൻ ഇപ്പോഴും മറ്റൊരു ബന്ധം അനുമോൾ ഇതാകുന്നതിനോട് താല്പര്യമില്ല. എന്നാൽ ജീവൻ്റെ ഡിവോഴ്സ് നടന്നിട്ടുമില്ല. ഇപ്പം ഈ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുക എന്നൊരു ടേമില്ലേ, അതാണ് ജീവൻ അനുവർത്തിച്ചു പോരുന്നത്. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന ഒരു സ്ട്രോങ് ഡിസിഷനിലാണ് അനുമോളുള്ളത്. അനുമോളെ അനുനയിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അയാൾ. ഒരുപാട് പേര് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേര് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞും കേൾക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയാതിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് ടീമുകൾ ചെയ്തത് ചെറ്റത്തരം മാത്രമാണ്. അങ്ങനെ ഒരു വലിയ കണ്ടന്റ് കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് അനുമോൾ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് ഉള്ളതിന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മളൊരു ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അയാളെ വേണ്ടാന്ന് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചില്ല. പിന്നെ അയാളെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് വരുമോ? ഒന്നുമില്ല. കലിപ്പേ വരുള്ളൂ, ദേഷ്യമേ വരുള്ളൂ. ആ ദേഷ്യം കൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് കരയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ കാണുന്ന ആദിലയുമായിട്ടുള്ള പുള്ളിക്കാരിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഭയങ്കരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ആദിലയുമായിട്ട്. അതിൻ്റെ റീസൺ, ഇയാൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവളെ കംഫർട്ടാക്കിയത് ആദിലയാണ്. ആദിലയോട് സംസാരിച്ച് ആദിലയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദില നല്ല പോലെ പറഞ്ഞു കൊടുത്തു, അത് സാരമില്ല, അങ്ങനെയല്ല, അത് പോട്ടെ എന്നുള്ള രീതിയിൽ അവർ നല്ല കംഫർട്ടാക്കി അവളെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ആദിലയോട് ഒരു ഇഷ്ടം വന്നത്. അപ്പം നമ്മളെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം, അതാണ് ആദിലയോട് അനുവിനുള്ളത്. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പൊതുസമൂഹത്തിൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് അവളൊരു ലെസ്ബിയൻ കാറ്റഗറിയിൽപ്പെട്ട പെണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻറ്റിമസി കാണിക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഭാവിയിൽ അനുമോൾക്ക് പ്രശ്നം ഉണ്ടാവും. ആദിലയ്ക്ക് അതൊരു പ്രശ്നമില്ല. ആദില ലൈഫിനെ വളരെ എന്താ പറയുന്നത്, സീറോ ഇതിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ആരുടെയും ഫീലിങ്സ് അവളുടെ ഫീലിങ്സ് അല്ല. അവൾക്കത് ആർക്ക് എന്ത് വന്നാലും ആദിലയ്ക്ക് ഒരു മണ്ണും ഇല്ല എന്നൊരു ഫോമിലിരിക്കുന്ന പെണ്ണാണ് ആദില. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. സോ ബേസിക്കലി ഈ ഒരു വിഷയത്തിൽ അനു മാറി ചിന്തിച്ചില്ലെങ്കിൽ അനുവിന് അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ പലയിടങ്ങളിലും ആര്യൻ പറഞ്ഞൊരു കാര്യം, ആര്യൻ്റെ ആ ഒരു വർത്തമാനം പറയുമ്പോഴും അനുമോൾക്ക് അത് ബോധ്യപ്പെടുന്നുമുണ്ട്, ഞാൻ ചെയ്തത് ശരിയല്ല എന്ന്. ഉദാഹരണം പറയാം, ആദില അനീഷിനോട് കാണിക്കുന്നതൊക്കെ തമാശയാണ് എന്ന് പറയുമ്പോൾ ആര്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, അങ്ങനെ അവർ കാണിക്കുന്ന തമാശയായിട്ട് ഉൾക്കൊള്ളാം, ഞങ്ങൾ പറയുന്ന തമാശയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചെയ്ത മണ്ടത്തരത്തിന് ഒന്ന് മനസ്സിലായ പോലെ അനുമോളൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അത് മനസ്സിലാക്കുക, താൻ ചെയ്യുന്നതെല്ലാം ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അതൊരു വിയോജിക്കേണ്ട വിഷയം തന്നെയാണ്. ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുൻപോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം.
പിന്നെ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവരെ ഇട്ട് പ്രൊവോക്ക് ചെയ്യാനും ചൊറിയാനും പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഇപ്പം അങ്ങനെയാണെങ്കിൽ ആര്യനോട് അനുമോൾക്കുള്ളത് മറ്റൊരു സ്നേഹമാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്ന രീതിയിലാണ് അനുമോളുടെ പ്രവൃത്തിയൊക്കെ. അത് ഭയങ്കര ബോറാകുന്നുണ്ട്, വളരെ വഷളാകുന്നുണ്ട്. അവളുടെ ക്യാരക്ടറെ അത് നശിപ്പിക്കും. അനുമോൾക്ക് സ്വന്തം വ്യക്തിത്വം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇപ്പം എപ്പിസോഡ് എൻഡിൽ നടന്ന ഒരു ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്താണെന്ന്. അതേപോലെ ഷാനവാസ് പോയി ആദിലേരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇത് അസൂയ എന്നല്ല, അതിന് വേറൊന്നും പറയില്ല. അതാണ് സത്യം. മറ്റൊരാൾ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണപ്പോൾ നിനക്ക് എന്താ വെപ്രാളം തോന്നുന്നത്? അനുമോൾക്ക് എന്തിനാണ് അതിനകത്ത് ടെൻഷൻ തോന്നുന്നത്? അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ട് എല്ലാവരും അത് പറയുന്നു. അവൾ പറഞ്ഞ കാര്യം അത് സക്സസ് ആയി. പിന്നെ അവരെ നാണം കെടുത്താൻ എന്തിനാ വീണ്ടും, അല്ലെങ്കിൽ അവരങ്ങനെ സുഖിക്കണ്ട എന്ന് പറയാൻ അതിൻ്റെ കാര്യം എന്താ? അത് അനുമോള് തീർത്തും സ്വയം പരാജയപ്പെടാനുള്ളൊരു കാര്യമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ കുശുമ്പുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അനുമോളയുടെ ആ ബിഹേവിയർ. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചിലപ്പോൾ നഷ്ടപ്രണയത്തിൽ നിന്നുള്ള ഉരുത്തുരിഞ്ഞ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മറ്റാർക്കും പ്രണയം ഉണ്ടാകുമ്പോൾ ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച ആര്യൻ അവളുടെ പിറകെ നടക്കുന്നതിന് പകരം ജിസലിൻ്റെ പിറകെ നടക്കുന്നതിലുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആര്യനോട് അവൾക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടായിരിക്കാം. ആര്യൻ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അർഹിക്കുന്നില്ല. അനുമോൾക്ക് നല്ല ലൈഫ് വേറെയുണ്ട്. ഈ വൃത്തികെട്ട മാങ്ങാണ്ടി മോറിന് എന്തിനാണ്? പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു ചിന്താധാര ഉണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നുന്ന തക്കവണ്ണമാണ് അനുമോളുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസൊക്കെ. ഒരു വ്യക്തിത്വം നമ്മൾ പുറത്തു നിന്നുള്ള ഒരു വിലയിരുത്താൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പല രീതിയിലുള്ള പ്രൊവോക്കേഷൻസ് ഉണ്ടാകുകയും അതിൽ നിന്ന് വിജയിച്ച് മുന്നേറുകയും ചെയ്യുന്നവർക്കാണ് കപ്പ് കിട്ടുക. ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താനും അത് ഉപകരിക്കും. ഇത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്തു പോകും, കപ്പും കിട്ടത്തില്ല. ആകെ ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടക്കും. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന അനുമോളോട് സത്യം പറഞ്ഞ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ എപ്പിസോഡ് അത്രത്തോളം നിരാശയായിരുന്നു ഒന്നായിരുന്നു. ജീവനുമായിട്ടുള്ള അഫെയറിൽ ജീവൻ്റെ അമ്മ രംഗത്ത് വന്ന് മകന് വേണ്ടി സംസാരിക്കുക, എൻ്റെ മകൻ തെറ്റുകാരനല്ല എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശരിയാണ് കേട്ടോ. ഒരുത്തി കല്യാണം കഴിച്ച് അതിലൊരു കൊച്ചിനെ കൊടുത്തിട്ട് അവളെ കളഞ്ഞിട്ട് അടുത്ത അവളെ കൂടെ കൂത്തടിച്ച് നടക്കുന്ന മകനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ മുന്നോട്ട് വരുന്നത് നല്ലൊരു മാതൃത്വത്തിൻ്റെ ലെവലാണ്. നിങ്ങൾ നല്ലൊരു അമ്മയാണെന്ന് പൊതുസമൂഹത്തിന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. പിന്നെ മിക്കവാറും അമ്മമാരൊക്കെ അങ്ങനെയാണ്, ജനറലി അങ്ങനെ തന്നെയാണ്. മക്കൾ ചെയ്ത തെറ്റൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീര് വീഴാതിരിക്കുക എന്നുള്ളതാണ് ഒരു ആൺകുഞ്ഞിൻ്റെ അമ്മ മകനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചോ മറ്റൊരാണിൽ നിന്ന്, അത് നമ്മുടെ ചുറ്റുമുള്ള ഒരു പെൺകുട്ടികൾ നമ്മുടെ മകനിൽ നിന്ന് അനുഭവിക്കരുതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്രത്തോളം ഒന്നും വിവരത്തോടെ അവർ പെരുമാറുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവർക്കിടയിലുണ്ടായിരുന്നത് പ്രണയമായിരുന്നു, തീവ്ര പ്രണയമായിരുന്നു. അത് വിവാഹം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ വിവാഹത്തിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ ഡിവോഴ്സ് വാങ്ങണം. ആദ്യം അനുമോളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് 3 ദിവസവും 4 ദിവസവും മാത്രമേ അവർ ഒന്നിച്ച് താമസിച്ചുള്ളൂ. 3 ദിവസം 4 ദിവസം കൊണ്ടൊരു കുട്ടി ഉണ്ടായി, അത് ശരിയാണ്. 1 ദിവസം കൊണ്ടാണെങ്കിലും കുഞ്ഞുണ്ടാകും. ഇതൊന്നുമല്ല. അവൻ നല്ലപോലെ പക്ക അവളെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കുകയാണ് ചെയ്തത്. പിന്നീട് മറ്റൊരു അഫെയറിലേക്ക് അവൻ വഴുതി പോകുന്നത് അവൾ കണ്ടിരുന്നു, കയ്യോടെ പിടിച്ചിരുന്നു. ഈ അമ്മ പറയുന്ന കണക്ക് അവൾക്ക് ഒരു സംശയരോഗമാണ് എന്ന്, അതൊക്കെ വെറുതെ പറയണം. അങ്ങനെയൊന്നുമല്ല, അത് സംശയരോഗമൊന്നുമല്ല. പിന്നെ ഈ ഫീൽഡിലുള്ളവർ ബേസിക്കലി ഒന്ന് വിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുന്ന ക്യാരക്ടർ ഉള്ളവരാണ് മെയിനായിട്ട്. മെജോറിറ്റി അങ്ങനെയാണ്. വല്ലതും റെയർ പീസുകളെ നല്ലതിൽ കിട്ടും. ഒരു 10% കിട്ടും. ബാക്കി 90% ഏകദേശം ഒന്നിൽ നിന്ന് ചാടി അടുത്തതിലേക്ക് ചാടി നിൽക്കുന്ന കുറേ എണ്ണമാണ്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തം. പിന്നെ നമ്മളൊരു അഫെയറിലിരിക്കുമ്പോൾ നമ്മളുടെ 100% നമ്മൾ അതിനകത്ത് കൊടുക്കാതിരിക്കുക, 10% നമ്മൾ വെച്ചിരിക്കുക. അല്ലെങ്കിൽ പിന്നീട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ പ്രശ്നമോ വരുമ്പം ഈ 10% പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി പോകും. നമ്മൾ ആ സൂയിസൈഡിൻ്റെ വക്കിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. അനുമോള് സൂയിസൈഡിന് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത് ഈ ജീവൻ കാരണം. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരെ തന്നെ മാരേജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പേര്, ഇപ്പം മുൻകാല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ അടുത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ചില മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. അല്ലാച്ചാൽ അത് ബന്ധം അങ്ങനെ സ്പോയിലായി പോകുമെന്നുള്ളതാണ് വസ്തുത. അനുമോൾക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ആ ട്രാജഡി മനസ്സിലാകുന്നു. അനുമോളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്ത ഒരു കാര്യം, വലിയൊരു കണ്ടന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ജീവനെ അതിനകത്തേക്ക് വിട്ടത് ഫ്ലോപ്പായി പോയി, അതും പോയി. പക്ഷേ ഇപ്പോൾ ആര്യനെയും ജിസലിൻ്റെയും പിറകെ അനുമോള് നടത്തുന്നത് അത്
എന്താ പറയണേ, തമാശയോ അല്ലെങ്കിൽ വേറൊന്നുമല്ല, നല്ല കുത്തിക്കഴപ്പാണ്. ആ കുത്തിക്കഴപ്പ് നിർത്തി വെച്ചില്ലെങ്കിൽ അനുമോള് പബ്ലിക്കിൽ റിവീലാവും. നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ പോലും ആളുകൾ എടുത്തു വെച്ച് കൊടുക്കും. എന്തിനാണ് അതിൽ കേൾക്കാൻ നിൽക്കുന്നത്? അത് പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ ചെയ്തത്. ഇന്നലത്തെ ആക്ഷൻ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അനുമോള് ചെയ്തത്. അവർ 3 പുതപ്പിലോ 4 പുതപ്പിലോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അക്കാര്യം സംസാരിക്കരുതെന്ന് വിലക്കിയിട്ടുണ്ടല്ലോ. മൊത്തം ആൾക്കാർ അനുമോള് പറഞ്ഞ കാര്യം തന്നെ പറയുകയും ചെയ്യുമ്പോൾ അനുമോളോട് ജയിച്ച് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് അവരെ വീണ്ടും ഇൻസൾട്ട് ചെയ്യാനും ഉപദ്രവിക്കാനും കയറുന്നത് ഒരു വൃത്തിയില്ലായ്മയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.